പ്രിയപ്പെട്ടവരെ, കേരളം മൊത്തം ഇപ്പോൾ ഇലക്ഷൻ ചൂടിലുള്ളത്. NDA സ്ഥാനാർത്ഥികളായിട്ടല്ല, അഖിൽമാരാർ ആതിരയെല്ലാം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഞാനിപ്പം പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ട് കുരുപൊട്ടുന്നവരുണ്ടെങ്കിൽ ആദ്യമേ പറയുക, സ്ക്രോൾ ചെയ്ത് പോവുക. നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. 365 ദിവസവും റേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് അല്ലേ? ഇതിനെല്ലാം നമ്മൾ എന്നാ മറുപടി പറയണ്ടേ? ഇവരുടെ അരിഭക്ഷണം തന്നെയല്ലേ കഴിക്കുന്നത്? കേന്ദ്ര സർക്കാരാണോ നമ്മൾ ഈ കേരളത്തിലെ ഇന്ന് കാണുന്ന ഈ വികസനങ്ങളെല്ലാം കൊണ്ടുവന്നത്? മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത മികച്ച ഒരു നിലവാരത്തിലുള്ള ജീവിതം ഇന്ന് നമ്മളെ കേരള സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചില ആൾക്കാർക്ക് ഈ കുരു പൊട്ടുന്നത്. വികസനം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഭജനം നടത്തിയിട്ട് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് ഇവർ. കേരളത്തിലെ സ്കൂളിലെ പോലെ വിഭവസമൃദ്ധമായ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന വേറെ ഏത് സംസ്ഥാനമുള്ളത്? അതുപോലെ തന്നെ 2000 രൂപ പെൻഷൻ കിട്ടുന്നത് ഈടെ കേരളത്തിലല്ലാണ്ട് വേറെ എവിടെയാണ് കിട്ടുന്നത്? കൊടും വിഷമുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും, വർഗീയവാദികൾ ഉണ്ടായിട്ടും ഇവിടെ എന്തുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാകുന്നില്ല? ഇവരൊന്നും അധികാരത്തിൽ വരാത്തത് കൊണ്ടാണ്. കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് എന്ത് തേങ്ങയാണ് നട കൊടുത്തിന്? ഇനിയെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പൊതുജനങ്ങൾ കഴുതകളല്ല. നുണപ്രചരണങ്ങളെല്ലാം നടത്തുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാവരും അറിയുന്നുണ്ട്. അതൊന്ന് ഓർമ്മിച്ചിട്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും.